വീണുടഞ്ഞ വലംപിരി ശംഖിലെ ജലതീർത്ഥം ശ്രീകോവിലിൽ ചിതറി. നൂറായി തകർന്ന ശംഖിന്റെ ചീളുകൾ ദുർഗാവിഗ്രഹത്തിന്റെ കാൽച്ചുവട്ടിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി. അപശകുനം. കൃഷ്ണൻ പോറ്റി വിളറി വിയർത്തു. ഉഗ്രമായി ഭയന്നുപോയ അദ്ദേഹത്തിന്റെ തളർന്ന കണ്ണുകൾ ശ്രീകോവിലിന് മുമ്പിൽ തൊഴുകൈയുമായി നിൽക്കുന്ന ആനന്ദവർമ്മയോട് ക്ഷമാപണം നടത്തി. ക്ഷമിക്കത്തക്ക തെറ്റല്ല സംഭവിച്ചിരിക്കുന്നത്. അറിയാതെ കൈ വഴുതി വീഴുകയായിരുന്നെന്ന് പറയുന്നതൊരു ന്യായീകരണവുമാകുന്നില്ല. എത്രയോ വർഷങ്ങളായി ഭഗവതിയെ അഭിഷേകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ശംഖായിരുന്നു. അത് വീണുടയാൻ ഇന്നത്തെ ദിവസം തന്നെ ആയത് മനസ്സിലെ ആശങ്ക വളർത്തുകയാണ് ചെയ്യുന്നത്. എന്തേ ഇത് ഇന്ന് തന്നെ, അതും അഭിഷേകം പൂർണ്ണമാകാറായ മുഹൂർത്തത്തിൽ? എന്റെ ഭഗവതി, അടിയോനോട് എന്തേ ഇങ്ങനെയൊരു ക്രൂരത? എത്രയോ സംവത്സരങ്ങളായി അവിടത്തെ പൂജിക്കുന്ന ഈ കൈയിൽ നിന്ന് തന്നെ. കൃഷ്ണൻ പോറ്റിയുടെ ഹൃദയം ആർദ്രമായി. മനസ്സൊരു പൂവിതളാക്കി പ്രായശ്ചിത്തമായി കൃഷ്ണശിലാബിംബത്തിന്റെ കാൽച്ചുവെട്ടിൽ കാണിക്കയർപ്പിച്ചു. അടർന്നു വീണത് 2 മിഴുനീർ മുത്തുകൾ. ആനന്ദവർമ്മയുടെ തീക്ഷ്ണ നയനങ്ങൾ കൃഷ്ണൻ പോറ്റിയുടെ മുഖത്തു നിന്ന് അണുവിട ചലിച്ചില്ല. ശ്രീകോവിലിന് മുന്നിൽ വെച്ചായിരുന്നെങ്കിൽ പൊട്ടിത്തിറക്കേണ്ട മാത്രകൾ എപ്പോഴേ കഴിഞ്ഞു. ആനന്ദവർമ്മയ്ക്ക് പിന്നിൽ കോവിലകത്തെ അംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം മുനത്ത് മ്ലാനത പടർന്നിരുന്നു. ശുഭസൂചകമായ ഒരു നിമിത്തത്തിന് കാത്തുനിന്നവരുടെ മുന്നിൽ പ്രകടമായ ദുർനിമിത്തമാണ് അരങ്ങേറിയിരിക്കുന്നത്. ദുസ്സൂചന. തുടക്കം തന്നെ ആശങ്കാജനകം. എന്തേ ഇങ്ങനെ സംഭവിക്കാൻ എന്റെ പരദേവതേ? ആനന്ദവർമ്മയുടെ അന്തരംഗത്തിൽ അറിയാതെ തേക്കമുട്ടി. ചുളമാനൂർ കോവിലകത്ത് ഏറ്റവും ആഹ്ലാദം നിറയേണ്ട ദിവസമാണിന്ന്. പക്ഷേ മുന്നിൽ കണ്ട അപശകുനം അവരുടെ ആഹ്ലാദങ്ങൾക്കു മേലെ കാലവർഷ കരിങ്കാർ കയറ്റിയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങളിലെ നിർജീവമായ ഇടവേളയ്ക്ക് ശേഷം കൃഷ്ണൻ പോറ്റിയുടെ വിറയാർന്ന ചുണ്ടുകൾ ചലിച്ചു. കലമ്പിയ ശബ്ദത്തിൽ ഉണർന്ന മന്ത്രകണികകൾ തേങ്ങലിൽ അവസാനിച്ചു. പൂജകളെല്ലാം അവസാനിച്ച് കോവിലകത്തേക്ക് മടങ്ങുമ്പോഴും ആനന്ദവർമ്മ നിശബ്ദനായിരുന്നു. ഓളങ്ങളൊന്നുമില്ലാതെ കിടന്ന തടാകത്തിലേക്ക് ഒരു കല്ല് വന്ന് വീഴുമ്പോഴുണ്ടാകുന്ന അലോസരമാണ് മനസ്സിൽ. ഇന്നോളം ഇങ്ങനെയൊരു ആശങ്ക ഉണ്ടായിട്ടില്ല. ഏത് സംരംഭത്തിനൊരുങ്ങുമ്പോഴും കോവിലകം വക ദുർഗാക്ഷേത്രത്തിൽ നടത്തുന്ന പൂജകൾ ശുഭസൂചകമായേ പര്യവസാനിച്ചിട്ടുള്ളൂ. അങ്ങനെ തുടങ്ങിയതെല്ലാം മധ്യാഹ്ന സൂര്യന്റെ പ്രൗഢിയോടെ ജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് പുതിയൊരു ബിസിനസ്സിലേക്ക് നാന്ദിമുഖം തുറക്കുകയാണ്. വർമാസ് ഫുഡ് പ്രൊഡക്ട്സ്. കോവിലകം ഗ്രൂപ്പ് പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാൻ ആരംഭിക്കുന്നു. കറി പൗഡറുകൾ ഉണ്ടാകും, അച്ചാറും സ്ക്വാഷുകളും ഉണ്ടാകും. ഇൻസ്റ്റന്റ് പലഹാര പാക്കറ്റുകളും വിപണിയിൽ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിലകം വക സ്ഥലത്ത് 1/2 ഏക്കറോളമുള്ള ഒരു പ്ലോട്ടിലാണ് ആധുനിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഫാക്ടറി പടുത്തുയർത്തിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. 9:30-നും 10-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തം കുടുംബജ്യോത്സ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. ചുളമാനൂർ കോവിലകത്തെ ഇളയ തലമുറ ബിസിനസ് രംഗത്തേക്ക് തിരിയേണ്ടി വന്നതിൽ അനുതാപം പ്രകടിപ്പിച്ച ചിലരെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും എവിടെയുമെന്ന പോലെ ഗുണകാംക്ഷികളാണെന്ന് നടിച്ച് അടുത്തുകൂടാറുള്ള ഇത്തിൽ കണ്ണികളായിരുന്നു അവർ. പരാന്നഭോജികൾ. ചിലർ കോവിലകം കാരണവരായ ജഗന്നാഥവർമ്മയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിന്ന് ഇങ്ങനെ പാടുണ്ടോ എന്ന് സംശയിക്കാതെയും ഇരുന്നില്ല. 85 കഴിഞ്ഞെങ്കിലും 35ന്റെ ചുറുചുറുക്കുള്ള കാരണവർ പഞ്ഞിക്കെട്ട് പോലുള്ള തലമുടിക്കിടയിലും പൊക്കിൽ ചുഴി വരെ നീണ്ട താടിയിലും വിരലോടിച്ച് എന്തോ ആലോചിച്ചിരിക്കും പോലിരുന്നു. ഒരു നിമിഷം മാത്രമായിരുന്നു അത്. അടുത്ത ക്ഷണം കോവിലകം മുഴുവൻ മുഴങ്ങുന്ന ശബ്ദത്തിൽ ഒരു ചിരി ചിരിച്ചു. ചിരിക്കുന്നതിനിടയിൽ മകൻ ആനന്ദവർമ്മയെ ഉറക്കെ വിളിക്കുകയും ചെയ്തു. ആനന്ദവർമ്മ ഓടിയെത്തി. തമ്പുരാന്റെ ആ ചിരിയുടെ പൊരുളറിയാതെ അടുത്തു നിന്നിരുന്ന ഗുണകാംക്ഷികൾ പരുങ്ങി. കേട്ടുവോ ആനന്ദ ഇവർ പറയുന്നത്? നമുക്ക് ബിസിനസ് നടത്താൻ പാടുണ്ടോ എന്ന്. മറ്റു പല ദിക്കിലെയും കൊച്ചുരാജാക്കന്മാർ കുത്തുപാളയെടുത്ത് തെണ്ടുന്ന നിലയിലേക്ക് ചുളമാനൂർ കോവിലകത്തിന്റെ പദവിയും ഉയരണമെന്നത്രേ ഇവരുടെയൊക്കെ ആഗ്രഹം. എന്നാ അങ്ങനെ ആയിട്ടെന്ന് വെച്ചാലോ കുട്ട? അച്ഛന്റെ വാക്കുകളിലെ പരിഹാസം അറിഞ്ഞ് വിളറി വെളുത്തു നിൽക്കുന്ന ഇരുവരെയും ആനന്ദവർമ്മ ഇടങ്കണ്ണിട്ടൊന്ന് നോക്കി. പിന്നെ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. ജഗന്നാഥവർമ്മ പൊടുന്നനെ ചിരി നിർത്തി. ഗുണകാംക്ഷികളുടെ നേരെ ചുഴിഞ്ഞു നോക്കി. പിന്നെ പറഞ്ഞു, പണ്ട് കോവിലകത്ത് 10 ആനയുണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താ അർത്ഥം വാര്യരെ? അത് പണ്ടായിരുന്നില്ലേ? അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ താരതമ്യപ്പെടുത്തുക പോലും ചെയ്യരുത്.
കാലത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുന്നതാ മിടുക്ക്. അത് തമ്പുരാനായാലും അടിയാനായാലും. ഗുണകാംക്ഷികൾ കുനിഞ്ഞ മുഖവുമായി തങ്ങളുടെ തല രക്ഷപ്പെടുത്തുകയും ചെയ്തു. അത്രയും തന്റെ ഇടം കാണിക്കാൻ മാത്രം പ്രഗത്ഭനായിരുന്ന കോവിലകം കാരണവരും പക്ഷേ ഇപ്പോൾ നടുങ്ങി, അസ്വസ്ഥനായി. സദാ സൗമ്യമായ ആ മുഖം ഇരുണ്ടു. മുന്നിൽ നിൽക്കുന്ന മകന്റെ നേരെ സംശയത്തോടെ മിഴികൾ ഉയർത്തി. അപശകുനം എന്നാൽ ആപത്തിന്റെ സൂചനയാണ് അദ്ദേഹം കരുതുന്നത്. വലംപിരി ശംഖ് വീണുടഞ്ഞത് തീർച്ചയായും അത്തരമൊരു സൂചന തന്നെയാണ്. ജോത്സ്യനെ വിളിക്കൂ കുട്ട, ആ പോറ്റിയെയും വരുത്തുക. എന്താ സംഭവമെന്നറിയണം. സംശയത്തോടെ മുന്നോട്ട് നീങ്ങുന്നതിലും നല്ലത് സംശയം അകറ്റിട്ടെങ്ങനെ ചെയ്യുന്നതാ. ഉദ്ഘാടനത്തിന് സമയമെടുക്കുകയല്ലേ, അതിനു മുമ്പ് തന്നെ ആയിക്കോട്ടെ. ആനന്ദവർമ്മ അച്ഛൻ്റെ വാക്കുകൾ അടുത്ത ക്ഷണം അനുസരിച്ചു. ജഗന്നാഥവർമ്മയുടെ മുറിയിൽ തന്നെയാണ് ജോത്സ്യൻ കവിടി നിരത്തിയത്. രണ്ടാം മുണ്ട് അരയിൽ കെട്ടി കൈകൾ കൂപ്പിക്കൊണ്ട് അടുത്തു തന്നെ കൃഷ്ണൻ പോറ്റിയും നിന്നിരുന്നു. ഗുണിച്ചും ഗടിച്ചും കവിടികൾ പകുത്തും തകൃതിയായ അപശകുനത്തിന്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച ജോത്സ്യന്റെ മുഖത്ത് അമ്പരപ്പ്. കവിടികൾ വരുതിക്കുവെന്നില്ലൊരു തോന്നൽ. കണക്കുകൾ തന്നെ കബളിപ്പിക്കുകയോ? അയാൾ ആശങ്കയോടെ തമ്പുരാന്റെ മുഖത്തേക്കൊന്നു നോക്കി. പിന്നെ കൃഷ്ണൻ പോറ്റിയുടെ നേരെ. എന്താടാ തനിക്കൊരു വൈക്ലഭ്യം? കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഫാക്ടറിയിലേക്ക് ആളുകളെത്തിത്തുടങ്ങി. ജഗന്നാഥവർമ്മ ജോത്സ്യനെ പ്രോത്സാഹിപ്പിച്ചു. എന്തോ ഒന്നുണ്ട് തമ്പുരാനെ, അതെന്തെന്ന് തെളിയുന്നില്ല. എന്തായാലും ഉദ്ഘാടന സമയത്ത് തന്നെ നടക്കട്ടെ. ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് അരുതാത്തതൊന്നും കാണുന്നില്ല. അതു കഴിഞ്ഞ് ഒന്നുകൂടി നോക്കാം. അങ്ങനെ മതിയെന്ന് തമ്പുരാനും തലകുലുക്കി. അടിയന്റെ കൈപ്പിഴായിരുന്നില്ല തമ്പുരാനെ. ജലതീർത്ഥവുമായി ഉയർത്തപ്പെട്ട വലംപിരി ശംഖ് ആരോ തട്ടിയിട്ടതുപോലെയാണ് അടിയൻ അനുഭവപ്പെട്ടത്. അല്ലാതെ ഇത്ര വർഷങ്ങളായിട്ടും സംഭവിക്കാത്തത് സംഭവിച്ചത് പിടിപ്പുകേടുകൊണ്ടല്ല, അനർത്ഥം തന്നെ, സംശയമില്ല. കൃഷ്ണൻ പോറ്റി തന്റെ നിസ്സഹായത വെളിപ്പെടുത്തി. സാരല്ല കൃഷ്ണ, സംഭവിച്ചു പോയില്ലേ. വാരാണസിയിൽ നിന്നെങ്ങാനും പുതിയൊരു ശംഖ് ലഭിക്കുമോ എന്ന് ഞാൻ പ്രഭാകരൻ എഴുതാം. തമ്പുരാൻ വഴക്കു പറയുമെന്നാണ് കരുതിയത്. അതുണ്ടായില്ല. കൃഷ്ണൻ പോറ്റിക്ക് ആശ്വാസമായി. വർമാസ് ഫ്രൂട്ട് പ്രൊഡക്ട്സിന്റെ ഉദ്ഘാടന വേള. ജില്ലാ കളക്ടറാണ് മുഖ്യാതിഥി. ഏറ്റവും ആധുനികമായ മെഷീനറിയുടെ സ്വിച്ചിൽ മുഖ്യാതിഥി വിരലമർത്തുന്നതോടെ യന്ത്രം മുരണ്ടു തുടങ്ങും. ഇന്ന് തന്നെ ഉൽപാദനം ആരംഭിക്കുകയും ചെയ്യും. ക്ഷണിക്കപ്പെട്ടവരും കോവിലകത്തെ അംഗങ്ങളും ജീവനക്കാരുമൊക്കെയായി 10-250 പേരടങ്ങുന്ന ലഘുസദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കളക്ടർ ചെറിയൊരു പ്രസംഗം നടത്തി. ഒരു കാലത്ത് രാജ്യഭരണം നടത്തിയതുപോലെ അഭിനന്ദനാർഹമായ സേവനങ്ങൾ വിവിധ ബിസിനസ് ഗ്രൂപ്പ് വഴി ഇപ്പോഴും തുടരുന്ന ജഗന്നാഥവർമ്മയുടെ പ്രവർത്തന നേതൃത്വത്തെ കളക്ടർ ശ്ലാഘിച്ചു. ഇനി ഉയരങ്ങളിലേക്ക് കോവിലകത്തിന്റെ പ്രശസ്തി ഊർജ്ജസ്വലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞായിരുന്നു സ്വിച്ച് ഓൺ. ആനന്ദവർമ്മയും സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറുമൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ഫാക്ടറിക്കുള്ളിലേക്ക് ആനയിച്ചു. ഓൺ ചെയ്യേണ്ട മെഷീന്റെ സമീപത്തേക്ക്. ഫാക്ടറിയുടെ ഉള്ളിലാകെ കുരുത്തോല തോരണങ്ങൾ ഉണ്ടായിരുന്നു. വർണ്ണക്കടലാസുകളുടെ അലങ്കാരമാലകൾ ഉണ്ടായിരുന്നു. എല്ലാം ചെറിയ തോതിലായിരുന്നെങ്കിലും കോവിലകത്തിന്റെ അന്തസ്സിനൊത്ത നിലയിൽ പ്രൗഢം, മനോഹരം. കളക്ടർ മെഷീന്റെ സ്വിച്ചിൽ വിരലമർത്തിയ നിമിഷത്തിലാണതുണ്ടായത്. ഒരു മിന്നൽ പിണർ. ആർത്തനാദത്തോടെ തെറിച്ചു വീഴുന്ന മുഖ്യാതിഥി. അദ്ദേഹത്തിന് വൈദ്യുതാഘാതമേറ്റിരിക്കുന്നു. അതിഥികൾ പകച്ചു. ആതിഥേയർ നടുങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. ജഗന്നാഥവർമ്മ തന്നെ മുന്നോട്ട് വന്ന് കളക്ടറോട് ക്ഷമായാചനം നടത്തി. സാരമില്ല, ഷോർട്ട് സർക്യൂട്ട് ആവും. കളക്ടർ വിളറിയൊരു പുഞ്ചിരിയോടെ തമ്പുരാനെ ആശ്വസിപ്പിച്ചു. മുഹൂർത്തം തെറ്റാതിരിക്കാൻ പിന്നെ ഒരു തൊഴിലാളിയെ കൊണ്ടാണ് ആ മെഷീൻ സ്വിച്ച് ഓൺ ചെയ്തത്. യാതൊരു തടസ്സവും ഉണ്ടാതെ യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങി. രാവിലെ മുതൽ ഓരോരോ ദുശ്ശകുനങ്ങൾ ഉണ്ടായതിൽ ആശങ്കുലകനായിരുന്നു ജഗന്നാഥവർമ്മ. എല്ലാം യാദൃശ്ചികമായിരിക്കാമെന്ന് സമാധാനിക്കാൻ ആഗ്രഹിച്ച നിമിഷത്തിൽ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഹൃദയഭേദകവുമായി നടുക്കവുമായി ഒരു ഫാക്സ് മെസ്സഞ്ചർ എത്തി. ജഗന്നാഥവർമ്മയ്ക്ക് തന്നെയായിരുന്നു ആ ഫാക്സ് സന്ദേശം. ആനന്ദവർമ്മയും അച്ഛനോടൊത്ത് കോവിലകത്തിന്റെ ഉമ്മറത്തുണ്ടായിരുന്നു അപ്പോൾ. നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവുകളുമായാണ് തമ്പുരാൻ സന്ദേശം കൊണ്ടുവന്ന കവറ് പൊളിച്ചത്. കവറിനുള്ളിൽ ചെറിയൊരു വാക്യമേ ഉണ്ടായിരുന്നുള്ളൂ: ചിതയൊരുക്കുക. ഉൽക്കടമായി നടുങ്ങിപ്പോയ തമ്പുരാന്റെ വിരലുകൾക്കിടയിലിരുന്ന് ആ കടലാസു കഷ്ണം പൂക്കുല പോലെ വിറച്ചു. എല്ലാം
ഒരു സ്വപ്നമായിരുന്നെങ്കിൽ ജഗന്നാഥവർമ്മ അങ്ങനെ ആഗ്രഹിച്ചു പോയി. യാഥാർത്ഥ്യം ഒരിക്കലും സ്വപ്നമാകില്ലെന്നറിയാമെങ്കിലും വിറയ്ക്കുന്ന കൈകൊണ്ട് തന്നെ ഫാക്സ് സന്ദേശം അദ്ദേഹം മകന്റെ നേരെ നീട്ടി. ചിതയൊരുക്കുക. ആനന്ദവർമ്മയ്ക്കും ചകിതമായ നിമിഷങ്ങൾ. ആ കത്ത് ആവർത്തിച്ചു പരിശോധിച്ചെങ്കിലും അത് ആരാണ് അയച്ചതെന്നോ എവിടെ നിന്നാണ് അയച്ചതെന്നോ തിരിച്ചറിയാൻ കഴിയുന്ന യാതൊരു സൂചനയും അതിലുണ്ടായിരുന്നില്ല. ആർക്ക് ചിതയൊരുക്കണമെന്നാണ്? കോവിലകത്ത് ആരും മരണശയ്യയിലില്ല. പിന്നെ ആരുടെ ചിതയൊരുക്കണമെന്ന്? വല്ലാത്തൊരു കടങ്കഥയുടെ ഇല്ലാത്ത ഉത്തരം പോലെ സങ്കീർണമായിരുന്നു അവർക്കേവർക്കും ആ കത്ത്. ഒരു ഭീഷണിയുടെ ധ്വനിയില്ലേ ആ കത്തിൽ? ഇത്രകാലവും ഇല്ലാതിരുന്ന ശത്രു ആരാണിപ്പോൾ കോവിലകത്തിനുണ്ടായിരിക്കുന്നത്? ആനന്ദവർമ്മ കത്ത് തിരിച്ചും മറിച്ചും നോക്കി. ആ ഒരൊറ്റ വാക്കല്ലാതെ എന്തെങ്കിലും ഒരക്ഷരം കൂടി കടലാസിലെങ്ങുമില്ല. കോവിലകത്ത് ആനന്ദവർമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ജഗന്നാഥവർമ്മയുമേയുള്ളൂ. താമസത്തിനെങ്കിലും അംഗങ്ങളെന്ന് പറയാൻ 10-12 പേർ കൂടിയുണ്ട്. ആനന്ദവർമ്മയുടെ ഇളയാർ പ്രഭാകരവർമ്മ. അദ്ദേഹം വാരാണസിയിൽ ഒരു ബാങ്ക് ഓഫീസറാണ്. ഭാര്യയും മകളുമൊത്ത് അവിടെ പാർക്കുന്നു. അയാൾക്കിളയാൾ രവിവർമ്മ, ചാർട്ടേഡ് അക്കൗണ്ടന്റായി ഡൽഹിയിൽ. ഏറ്റവും ഇളയത് രാമവർമ്മ, AG's ഓഫീസിൽ ജോലി ചെയ്യുന്നു. അയാൾ തലസ്ഥാനത്താണ് താമസമെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും അച്ഛനെ കാണാൻ കോവിലകത്തെത്താറുണ്ട്. 2 പെൺമക്കളുള്ളതിൽ സേതുബായി തമ്പുരാട്ടി ഭർത്താവുമൊത്തിച്ച് സ്റ്റേറ്റ്സിൽ, ലക്ഷ്മിബായി ഒരു ഇംഗ്ലീഷ് പത്രത്തിന്റെ സീനിയർ എഡിറ്ററായ ഭർത്താവുമൊന്നിച്ച് മദ്രാസിൽ സ്ഥിരതാമസം. ഏറ്റവും മൂത്ത മകനായ ആനന്ദവർമ്മയ്ക്കാണ് സ്ഥാപനങ്ങളുടെ ചുമതല. ആനന്ദവർമ്മ ആ സന്ദേശം വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും പരിശോധിച്ചു. ഇല്ല, എവിടെ നിന്നാണ് അത് അയച്ചിട്ടുള്ളതെന്ന് പോലും അറിയാൻ സൂചനകളില്ല. ഇങ്ങനെയൊരു സന്ദേശം എത്തുന്നതിന്റെ മുന്നോടിയായിട്ടായിരുന്നു രാവിലെ നേരിടേണ്ടി വന്ന അപശകുനങ്ങളെല്ലാം. അതോർത്തിന് തല പുണ്ണാക്കണ്ട കുട്ട, വിലാസം തെറ്റി കയറി വന്നതാണെന്ന് സമാധാനിക്കുകയും, അല്ലെങ്കിൽ പുതിയ സംരംഭത്തിൽ അലോസരമുണ്ടായിട്ടുള്ളവർ ആരെങ്കിലും ഒരു തമാശയ്ക്ക് അയച്ചതാണെന്ന്. നമ്മൾ അച്ചാറുകളുടെയും ഇൻസ്റ്റന്റ് ഭക്ഷണപ്പൊടികളുടെയും മേഖലയിലേക്ക് കൂടി പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ പ്രശ്നം തീർന്നു. ജഗന്നാഥവർമ്മയ്ക്ക് അക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമായിരുന്നു. കോവിലകം ഗ്രൂപ്പിന് ഒരന്തസ്സുണ്ട്. ആർക്കും അനുകരിക്കാൻ പറ്റാത്തൊരു വിശ്വാസം തങ്ങളുടെ ഉൽപ്പന്നങ്ങളോട് പൊതുജനങ്ങൾക്കുണ്ട്. അത് മതി, തങ്ങൾക്ക് അത് മാത്രം മതി. തൽക്കാലം ഇക്കഥ ഇവിടെ പോലും ആരും അറിയണ്ട. ആ കടലാസ് കീറി ദൂരെ കളഞ്ഞേക്കൂ. പിന്നെ വാരാണസിക്കും ഡൽഹിക്കുമൊക്കെ ഇപ്പോൾ തന്നെ നീ ഒന്ന് വിളിച്ചേക്ക് കൂട്ടാ. അമേരിക്കയ്ക്കും തിരുവനന്തപുരത്തിനും വിളിക്കൂ. ഓലപ്പാമ്പായാലും പെട്ടെന്ന് കാണുമ്പോൾ പേടിക്കും. മനുഷ്യരല്ലേ? ചുരുങ്ങിയ പക്ഷം അത് ഓലപ്പാമ്പാണെന്ന് തിരിച്ചറിയും വരെയെങ്കിലും ആ പേടി വേണം താനും. ആനന്ദവർമ്മ അപ്പോൾ തന്നെ ഫോണിരിക്കുന്ന മുറിയിലേക്ക് പോയി. ഒറ്റയ്ക്കായപ്പോൾ തമ്പുരാന്റെ ചിന്തകളിലേക്ക് വീണ്ടും ദുശകുനങ്ങൾ കയറി വന്നു. മറ്റു പല തമ്പുരാക്കന്മാരെയും പോലെ വയസ്സുകാലത്ത് ദുഃഖിക്കാനായിരിക്കില്ല തന്റെ വിധിയെന്ന് കരുതി എന്തുമാത്രം ആശ്വസിച്ചിരുന്നതാണ്. ഇന്നോളം ആ വിശ്വാസത്തിനൊരു മങ്ങൽ പോലും ഏറ്റിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്തേ ഇങ്ങനെ സംഭവിക്കാൻ? കുടുംബക്ഷേത്രത്തിലെ പൂജകൾക്കോ മറ്റ് ദാനധർമ്മങ്ങൾക്കോ ഇന്നോളം പിഴവൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ്. അരനാഴികൾക്കുള്ളിൽ ആനന്ദവർമ്മ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. വാരാണസിയിൽ മാത്രം ഫോൺ എൻഗേജ്ഡ് ആണ്. ബാക്കിയെല്ലാം കിട്ടി. അവർക്ക് ആർക്കും വിശേഷങ്ങളൊന്നുമില്ല. പക്ഷേ ഒന്ന് നിർത്തി ആനന്ദവർമ്മ അച്ഛൻ്റെ മുഖത്തേക്ക് സംശയഭാവത്തിൽ നോക്കി. ബാക്കി പറയണോ അച്ഛനോട്? എന്തേ നിർത്തിക്കളഞ്ഞതെന്ന മട്ടിൽ ജഗന്നാഥവർമ്മ മകന്റെ മുഖത്തേക്ക് നോക്കി. അവരെല്ലാം കോവിലകത്തേക്ക് പുറപ്പാടാൻ ഒരുങ്ങുകയാണ്. എന്തിന്? താടി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തമ്പുരാന്റെ കൈ നിശ്ചലമായി. ആ നെറ്റിത്തടത്തിൽ സംശയത്തിന്റെ ചുളിവുകൾ വീണു. അതച്ഛാ, അവർക്കും ഇവിടെ കിട്ടിയതുപോലെ ഒരു ഫാക്സ് സന്ദേശം ലഭിച്ചുവെത്രേ. ഇവിടെ നമുക്കത് കിട്ടിയ അതേ നേരത്ത് തന്നെ. കോവിലകത്തെത്തുന്ന ശവദാഹത്തിന് പങ്കെടുക്കാൻ ഉടനെ പുറപ്പെടുക എന്ന് മാത്രമാണ് സന്ദേശം. ആകെ പരിഭ്രമിച്ചു പോയ അവർ ഇങ്ങോട്ട് വിളിക്കാൻ പോലും നിൽക്കാതെ പുറപ്പെടാനൊരുങ്ങുകയാണത്രേ. ഇത്തവണ ജഗന്നാഥവർമ്മ ശരിക്കും ഭയന്നു. അഥവാ പ്രഭാകരനും ഇവിടേക്ക് തിരിക്കാനുള്ള തിരക്കിലായിരിക്കും. പുറപ്പെട്ടു കഴിഞ്ഞുവോ എന്ന് തന്നെ സംശയം. 2-3 വട്ടം ശ്രമിച്ചിട്ടും എൻഗേജ്ഡ് ട്യൂൺ തന്നെ. എന്നിട്ട് പുറപ്പെടാൻ സമ്മതിച്ചോ നീ? എന്തിന്? ഇവിടെ ആർക്കും ഒരു വിശേഷവും ഇല്ലെന്ന് പറഞ്ഞു. ആരും തിരക്കി വരണ്ടെന്നു. അത് നന്നായി. ജഗന്നാഥവർമ്മ സമാധാനിച്ചു.
ഉമ്മറത്ത് നിന്നെണീറ്റ് സ്വന്തം മുറിയിലേക്ക് പോയി. പക്ഷേ ആകെ വിക്ഷുബ്ധമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ്. ചിതയൊരുക്കാൻ പറഞ്ഞ് തനിക്കും ശവദാഹത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞ് മക്കൾക്കും അജ്ഞാത സന്ദേശം എത്തിയിരിക്കുന്നു. അത്ഭുതമല്ലാതെ എന്താ പറയുക? ആരാണ് തങ്ങൾക്ക് ഇരിക്കപ്പിണ്ടം വെക്കാൻ ഒരുക്കിയിരിക്കുന്നത്? രാജഭരണകാലത്തായിരുന്നെങ്കിൽ ശത്രുക്കളുടെ വല്ല അടവുമെന്ന് സമാധാനിക്കാമായിരുന്നു. ആദ്യമായി ചുളമാനൂർ കോവിലകത്ത് അസ്വാസ്ഥ്യം നിറഞ്ഞ ഒരു രാത്രി. ആനന്ദവർമ്മയ്ക്ക് ആ രാത്രി ഉറക്കം വന്നില്ല. ഒന്നുറങ്ങാൻ മയക്കത്തിലേക്ക് വഴുതിയ ജഗന്നാഥവർമ്മ ഒരു ഭീകര സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു. പുലരിയാകാറാവുന്നതേയുള്ളൂ. ഏതൊക്കെയോ വാഹനങ്ങൾ കോവിലകത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് ആനന്ദവർമ്മ കതകു തുറന്നത്. തമ്പുരാനും തന്റെ മുറി തുറന്ന് പുറത്തേക്ക് വന്നു. ഒരു ആംബുലൻസ് ആയിരുന്നു മുന്നിൽ, കൂടെ 2-3 കാറുകൾ വേറെയും. നിറഞ്ഞ അമ്പരപ്പുമായി അച്ഛനും മകനും ആംബുലൻസിനരികിലേക്ക് ഇറങ്ങിച്ചെന്നു. ആംബുലൻസിനൊപ്പം ഉണ്ടായിരുന്നവർ നിശബ്ദരായി ഒതുങ്ങി നിന്നു. ആരോ വാനിന്റെ പിൻഭാഗം മെല്ലെ തുറന്നു. ജഗന്നാഥവർമ്മ ആംബുലൻസിലേക്ക് ഒരു നോക്കേ നോക്കിയുള്ളൂ. അടുത്ത ക്ഷണം ഒരാർത്തനാദമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉയർന്നത്. ആ വാഹനത്തിനുള്ളിൽ, ആംബുലൻസിനുള്ളിൽ വെള്ളക്കച്ചയും പുതച്ച് ഉറങ്ങിക്കിടക്കുന്നത് പോലെ പ്രഭാകരവർമ്മ കിടന്നു. ജഗന്നാഥവർമ്മയുടെ നിലവിളി കേട്ട് കോവിലകമാകെ പിടിഞ്ഞുണർന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും എന്റെ പൊന്നു മോനെ, ആ നിലവിളി പ്രതിധ്വനികളായി ചുളമാനൂർ കോവിലിൽ നിറഞ്ഞു നിന്നു. ആനന്ദവർമ്മയുടെ ശബ്ദം നിലച്ചുപോയിരുന്നു. അനുജന്റെ പുഞ്ചിരിച്ചുറങ്ങുന്ന മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമ്പോഴും ആ സത്യം അംഗീകരിക്കാൻ മടിച്ച മനസ്സ്. കുളിക്ക് വിളിച്ചാൽ അനുജൻ ഉണരുകില്ലേ? വിറകായി കൊണ്ട് പലവട്ടം അങ്ങനെ ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അനുജൻ മിഴികൾ തുറന്നില്ല. അടുത്തു നിർത്തിയിരുന്ന കാറിൽ നിന്ന് പ്രഭാകരവർമ്മയുടെ ഭാര്യ പുറത്തിറങ്ങി. അവരുടെ നിഴൽ പറ്റി 2 കുട്ടികളും. തളർന്ന മിഴികൾ ഉയർത്തി ജഗന്നാഥവർമ്മ മരുമകളെ ഒന്ന് നോക്കി. അവരുടെ മിഴികളിൽ നിന്ന് 2 എരിവികൾ പിറക്കാൻ തുടങ്ങിയ ആ നോട്ടം തന്നെ അധികമായിരുന്നു. കുട്ടികൾ മുത്തച്ഛന്റെ കരവലയത്തിൽ ഒതുങ്ങി നിന്ന് വിതുമ്പി. ആരൊക്കെയോ ചേർന്ന് ആംബുലൻസിൽ നിന്ന് പ്രഭാകരവർമ്മയുടെ മൃതശരീരം പുറത്തെടുത്തു. കോവിലകത്തിന്റെ വിശാലമായ ഉമ്മറവാതിൽക്കൽ ആ ജഡം തെക്ക് വടക്കായി കിടത്തി. വെള്ള പുതപ്പിച്ച മൃതദേഹത്തിന് 4 വശവും നാളികേര മുറികളിൽ നെയ്ത്തിരി കൊളുത്തിവെക്കപ്പെട്ടു. ആനന്ദവർമ്മ സഹോദരങ്ങളെ വിവരം വിളിച്ചറിയിക്കാൻ ഫോണിരിക്കുന്ന മുറിയിലേക്ക് പോയി. വിറയ്ക്കുന്ന കരം കൊണ്ട് റിസീവർ എടുത്തു. സേതുബായി, പോരണ്ടാന്ന് കരുതണ്ട, പോന്നോളൂ, ഇപ്പൊ തന്നെ തിരിച്ചോളൂ. ഇന്നലെ 2ാമത് ഞാൻ വിളിച്ചപ്പോൾ തിരക്കിട്ട് തിരിക്കേണ്ടെന്ന് പറഞ്ഞത് അബദ്ധമായി. വരൂ. അവസാനത്തെ വാക്കുകൾ പറഞ്ഞപ്പോൾ ആനന്ദവർമ്മയുടെ സ്വരമിടറി. മറ്റുള്ളവരെയും വിളിച്ചു അതുതന്നെ പറഞ്ഞു. തുടങ്ങിയിട്ട് ആദ്യമായി കോവിലകം ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മുന്നിൽ കറുത്ത കൊടി ഉയർത്തപ്പെട്ടു. ഇന്നലെ മാത്രം തുടങ്ങിയ വർമാസ് ഫുഡ് പ്രൊഡക്റ്റിന്റെ മുന്നിലും സ്ഥാപനം തുടങ്ങിയതിന്റെ 2ാമത്തെ ദിവസം തന്നെ പാർട്ട്ണറിൽ ഒരാളുടെ മരണം. ഓരോരോ ജീവനക്കാർക്കും അത് സങ്കടകാരണമായി. വൈകുന്നേരം കുടുംബക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് മുമ്പേ കോവിലകത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ ചിതയൊരുങ്ങി. ത്രിസന്ധ്യയുടെ ചുവന്ന മുഖത്തേക്ക് ചിതാഗ്നിനാളത്തിന്റെ ചുവപ്പ് കൂടിക്കലർന്ന് കത്തിയാളുന്ന മകന്റെ ചിതയ്ക്ക് മുന്നിൽ ജഗന്നാഥവർമ്മ നിറഞ്ഞ കണ്ണുകളോടെ നിന്നു. താൻ ജീവിച്ചിരിക്കെ മകന്റെ ചിതാഗ്നി കാണേണ്ടി വരിക. ഏത് ദുർവിധിയാണ് ഇങ്ങനെയൊരു തലക്കുറി എഴുതി വെച്ചിരുന്നത് എന്റെ ഭരദേവതേ? പ്രഭാകരന്റെ മരണത്തെക്കുറിച്ചറിഞ്ഞ് ആരെങ്കിലും അയച്ചതായിരിക്കുമോ ആ ഫാക്സ് സന്ദേശം? ചിതയൊരുക്കുക. ഒരുക്കിയല്ലോ, അത് ആളി കത്തുകയുമാണുമല്ലോ. അയച്ചതാണെങ്കിലും അയച്ച ആൾക്ക് പേരെങ്കിലും സൂചിപ്പിക്കാമായിരുന്നു. ചുരുങ്ങിയ പക്ഷം സ്ഥലമെങ്കിലും. എത്ര അമർത്തിയിട്ടും ജഗന്നാഥവർമ്മയ്ക്ക് ദുഃഖമടക്കാൻ കഴിഞ്ഞില്ല. തെക്കേ തൊടിയിലെ ചിതയിൽ നിന്ന് പ്രഭാകരന്റെ ചങ്ക് കത്തിപ്പൊട്ടുന്ന ശബ്ദം കേട്ടു. പൊട്ടിത്തകർന്നത് പക്ഷേ ജഗന്നാഥവർമ്മയുടെ ഹൃദയമായിരുന്നു. ഇനി ബാക്കി കർമ്മങ്ങളും തുടങ്ങും. അതവസാനിപ്പിച്ച് എല്ലാവരും ചിതയ്ക്കരികിൽ നിന്നും മടങ്ങും. ജലപാനം പോലുമില്ലാതെ ചുളമാനൂർ കോവിലകത്തെ അംഗങ്ങൾ ആ രാത്രി കഴിച്ചുകൂട്ടി. ഓർക്കാനും പറയാനും ഓരോരുത്തർക്കും ഒരുപാടുണ്ടായിരുന്നു, പദം പറഞ്ഞ് കരയാനും. ആ രാത്രിയിൽ കോവിലകത്തെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോഴാണ് പേടിപ്പെടുത്തുന്ന ഒരു സത്യം പ്രസീതാബായി പറയുന്നത്. ഏട്ടന് എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നോ എന്ന രവിവർമ്മയുടെ ചോദ്യം കൂടിയായപ്പോൾ
യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല. മരണത്തിന് 4-5 ദിവസം മുമ്പ് മുതൽ പക്ഷെ അദ്ദേഹം സദാ ചിന്താധീനനായി കാണപ്പെട്ടിരുന്നു. ഒരു ദിവസം അവധിയെടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. പ്രസീത ഒന്ന് നിർത്തി. സാരിത്തുമ്പുയർത്തി കണ്ണുകൾ തുടച്ചു. ജഗന്നാഥവർമ്മ മരുമകൾ പറയുന്നത് കേൾക്കാൻ കാതുകൂർപ്പിച്ചിരിക്കുകയായിരുന്നു. അംഗങ്ങളുടെ എല്ലാം ശ്രദ്ധ പ്രസീതയിൽ മാത്രമായിരുന്നു. തലേ ദിവസം, അതെ, അത് സംഭവിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലാണ് അദ്ദേഹം അതെന്നോട് പറഞ്ഞത്. ഒപ്പം കടലാസിനത്ത് കാണിക്കുകയും ചെയ്തു. എന്തേ എന്ന് ആനന്ദവർമ്മ നെറ്റിച്ചുളിച്ചു. അതൊരു ഫാക്സ് സന്ദേശമായിരുന്നു. എവിടുന്ന് വന്നുവെന്നോ ആരയച്ചുവെന്നോ വ്യക്തമല്ലാത്ത ഒരു സന്ദേശം. നഗരത്തിലെ ഒരു ഫാക്സ് കേന്ദ്രത്തിന്റെ കോഡിലാണത് വന്നത്. അയച്ചിടത്തെ കോഡ് വ്യക്തവുമല്ലായിരുന്നു. മെസ്സഞ്ചർ അത് ബാങ്കിൽ കൊണ്ടുചെന്ന് കൊടുക്കുകയായിരുന്നത്രേ. ആ സന്ദേശം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും തിരക്കണമെന്ന് ഉദ്ദേശിച്ച് പ്രസീതാബായി അകത്ത് ചെന്ന് ഒപ്പം കൊണ്ടുവന്ന സ്യൂട്ട് കേസിൽ ഭദ്രമായി വെച്ചിരുന്ന ആ കടലാസ് എടുത്തുകൊണ്ടുവന്നു. അതവർ ആനന്ദവർമ്മയെ ഏൽപ്പിച്ചു. ആനന്ദവർമ്മ കടലാസ് ഒന്ന് വാങ്ങി. അയാളുടെ നടുക്കം വ്യക്തമായിരുന്നു. അത് അച്ഛൻ്റെ നേരെ നീട്ടുമ്പോൾ ആനന്ദവർമ്മയുടെ കൈ വിറയ്ക്കുകയായിരുന്നു. ജഗന്നാഥവർമ്മ ഉത്കണ്ഠയോടെ ആ സന്ദേശം ശ്രദ്ധിച്ചു. തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു. അച്ഛൻ്റെ പ്രിയപ്പെട്ട മകൻ തന്നെയാകട്ടെ ആദ്യം. വെറുതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ചെന്നാലും നിനക്കുള്ള ചിത അവിടെ ഒരുങ്ങിയിരിക്കും. ഇന്നു മുതൽ എണ്ണിക്കോ. ഇനി 4 ദിവസം. ജഗന്നാഥവർമ്മയുടെ കയ്യിൽ നിന്നും കടലാസ് വഴുതി പറന്നു നിലത്തു വീണു. കണ്ണുകളും പൂട്ടി അദ്ദേഹം ഇരുന്നിരുന്ന കസേരയിലേക്ക് ചാരി. നിറഞ്ഞ നിശബ്ദത വ്യാപിച്ച ഡൈനിങ് ഹാളിൽ കറങ്ങുന്ന ഫാനിന്റെ കരകര ശബ്ദം ഭീകരമായൊരു മുരൾച്ചയായി. വിഷമിക്കാനൊന്നുമില്ലെന്ന് ഞാൻ ആവുന്നത്ര സമാധാനിപ്പിച്ചതാണ്. പക്ഷേ പ്രസീതാബായി ഡൈനിങ് ടേബിളിലേക്ക് നെറ്റിയമർത്തി വിങ്ങിപ്പൊട്ടി. പിറ്റേന്ന് പകൽ ഒന്നും സംഭവിച്ചില്ല. പതിവ് പോലെ എല്ലാവരും ഒത്ത് അത്താഴവും കഴിച്ച് ടിവിയിലെ അവസാനത്തെ വാർത്താ ബുള്ളറ്റിന് കണ്ടിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. ഒന്നുറങ്ങിയെന്ന പോലെ തോന്നുന്നു. അടുത്ത് കിടന്ന അദ്ദേഹം ഭയന്ന് നിലവിളിച്ചതുപോലെ തോന്നിയപ്പോഴാണ് ഞാൻ ഞെട്ടിയുണർന്നത്. ലൈറ്റിട്ട് നോക്കിയപ്പോൾ അദ്ദേഹം കിടന്ന് പിടയുകയാണ്. ആരോ തൊണ്ടയിലേക്ക് കുത്തിപ്പിടിച്ച മട്ടിൽ. പക്ഷേ തൊണ്ടയിലേക്ക് കൈകൾ ഉയർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല. അരുതെന്നോ കൊല്ലരുതെന്നോ ഒക്കെ തൊണ്ടയിൽ നിന്നും കുറുകല പോലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ അവ്യക്തമായി ഉയർന്നിരുന്നു. ഞാൻ എത്ര കുലുക്കി വിളിച്ചിട്ടും അദ്ദേഹം അതറിയുന്നത് പോലും ഉണ്ടായിരുന്നില്ല. കഴുത്തിൽ തടവാൻ ഞാനും ശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് കൈകൾ അടുപ്പിക്കാൻ കഴിഞ്ഞില്ല. ആരോ പിടിച്ചു മാറ്റിയതുപോലെയാണ് തോന്നിയത്. വല്ല പേടി സ്വപ്നവും കണ്ടതാണെന്ന് കരുതി തണുത്ത വെള്ളം മുഖത്തൊഴിക്കാൻ വെള്ളമെടുക്കാൻ ഞാൻ അടുക്കളയിലേക്ക് ഓടി. തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. തൊട്ടു മുമ്പേ പരാക്രമങ്ങൾ കാട്ടിയതിൻ്റെ ഒരു ലാഞ്ചന പോലുമില്ലാതെ നേർത്ത പുഞ്ചിരിയോടെ ഉറങ്ങുന്നു. നെഞ്ചിടിപ്പ് നിലച്ചിരുന്നു. കൈകാലുകൾ മരവിച്ചിരുന്നു. പ്രസീതാബായി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് മുറിയിലേക്കോടി. പ്രഭാകരവർമ്മയുടെ മരണത്തെക്കുറിച്ച് അവിടെയുള്ളവരെല്ലാം കേട്ട് മരവിച്ചിരുന്നു. ആനന്ദവർമ്മയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. അത്തരമൊരു അന്ത്യത്തെക്കുറിച്ച് ആദ്യം കേൾക്കുകയാണവർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹാർട്ട് അറ്റാക്കാണ്. ഇത് പക്ഷെ ഒരിക്കലും ഒരു ഹൃദയാഘാതമല്ലെന്ന് ആനന്ദവർമ്മയ്ക്ക് തീർച്ചയായിരുന്നു. പിന്നെ എന്ത്? അനുജന്റെ മരണത്തിന് എന്ത് കാരണമാണ് സ്ഥിരീകരിക്കേണ്ടത്? ജഗന്നാഥവർമ്മ മെല്ലെ എണീറ്റു. ആ ശരീരം അടിമുടി വിറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ. കുട്ടാ, എന്നെ ഒന്ന് മുറിയിലാക്ക്. ആദ്യമായി സ്വന്തം മുറിയിലേക്ക് പോകാൻ തമ്പുരാൻ മകന്റെ സഹായം ആവശ്യപ്പെട്ടു. ആനന്ദവർമ്മ അച്ഛനെ മുറിയിലേക്ക് ആനയിച്ചു. താങ്ങിപ്പിടിച്ചിരുന്നില്ലെങ്കിൽ അദ്ദേഹം തറയിലേക്ക് വീണുപോകുക തന്നെ ചെയ്യുമായിരുന്നു. 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. കോവിലകം ദുരന്തം കഴിഞ്ഞ് സ്വാഭാവികതയിലേക്ക് പുലർന്നു തുടങ്ങിയിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ 6-6:30 മണിയോടെയാണ് കോവിലകത്തെ മുറിയിൽ കോളിംഗ് ബെൽ ശബ്ദിച്ചു. ആനന്ദവർമ്മ തന്നെയാണ് വാതിൽ തുറക്കാനെത്തിയത്. വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട വർമ്മ പ്രേതത്തെ കണ്ടതുപോലെ വിളറി. അതയാളായിരുന്നു, ആ ഫാക്സ് മെസ്സഞ്ചർ. അയാൾ താൻ കൊണ്ടുവന്ന പുതിയ മെസ്സേജ് വർമ്മയുടെ നേരെ നീട്ടി. സാരമില്ല സാർ, ഒരു കാരണവുമില്ലാതെ വെറുതെ ആരോടും ദേഷ്യപ്പെടുന്നവരല്ല ഇവിടെയുള്ളവരെന്ന് എനിക്കറിയാം. രാജഭരണം ഇല്ലാതായെങ്കിലും രാജോചിതമായി ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരാണ് ചുളമാനൂർ കോവിലകത്തെ എല്ലാ അംഗങ്ങളുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അതുകൊണ്ട് തന്നെ
അന്നത്തേതുപോലെ ഇന്നും അവർ ബഹുമാനിക്കപ്പെടുന്നു. കോവിലകം ഗ്രൂപ്പിലെ ജീവനക്കാരുടെയും ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണത്. തെറ്റ് കണ്ടാൽ അത് തെല്ലും ക്ഷോഭിക്കാതെ പറഞ്ഞു മനസ്സിലാക്കാൻ ആനന്ദവർമ്മയും തയ്യാറായിരുന്നു. അയാളും ഇപ്പോൾ ഒരു നിമിഷത്തെ പ്രകോപനത്തിന് അടിമപ്പെട്ടുപോയി. ചെറുപ്പക്കാരന് തെല്ലും ഖേദമുണ്ടായില്ല. അയാൾ തൊഴുതു മടങ്ങുന്നത് ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ കത്തുമായി അച്ഛൻ്റെ മുറിയിലേക്ക് നടന്നു. ജഗന്നാഥവർമ്മ ഉണർന്നു കിടക്കുകയായിരുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തിയിട്ട് മാത്രം മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാകാനുള്ള തമ്പുരാനും ആ പതിവ് തെറ്റിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ആദ്യത്തെ സന്ദേശം വന്നതിൻ്റെ പിറ്റേന്ന് മുതലായിരുന്നു അതെന്ന് ആനന്ദവർമ്മ ഓർക്കുന്നു. ഒരാഴ്ച കൊണ്ട് അച്ഛനൊരു 10 വയസ്സ് കൂടിയതുപോലെ, വാർദ്ധക്യത്തിന്റെ ക്ഷീണം അടിപ്പെടുത്തിയതുപോലെ. മകനെ കണ്ട് ജഗന്നാഥവർമ്മ എണീറ്റിരുന്നു. വിശേഷം എന്തെങ്കിലും ഉണ്ടോ കുട്ട? ഒരു വിശേഷവും പറയാനല്ലെങ്കിൽ മകനായാലും താൻ ആവശ്യപ്പെടാതെ ആരും തൻ്റെ മുറിയിലേക്ക് വരാറില്ല. അത്ര അത്യാവശ്യം മാത്രമാണെങ്കിലേ ആനന്ദവർമ്മ പോലും വിളിക്കാതെ അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലൂ. അതും തന്നെ കൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത വല്ല പ്രശ്നങ്ങളുടെയും പരിഹാരോപദേശത്തിന്. പ്രഭാകരവർമ്മയുടെ അസ്വാഭാവികമായ ദുരന്തത്തെക്കുറിച്ച് വാരാണസിയിൽ രഹസ്യമായി ഒന്ന് അന്വേഷിക്കണമെന്ന് തമ്പുരാൻ ആനന്ദവർമ്മയെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അച്ഛനോട് ഒളിച്ചു വയ്ക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ആനന്ദവർമ്മയും തീരുമാനിച്ചു. അച്ഛനറിയാതെ തനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല ഇത്. ഒളിച്ചു വയ്ക്കാമെന്ന് കരുതിയാൽ തന്നെ അഥവാ ഭവിഷ്യത്ത് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അന്ന് അച്ഛനോട് എന്ത് സമാധാനം പറയാൻ കഴിയും? ആരോ നമുക്കെതിരെ നീങ്ങിത്തുടങ്ങിയിട്ടുണ്ടെന്നൊരു തോന്നൽ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമ്പനികളുടെ ഉൽപാദനത്തിലും പ്രകടമായ കുറവ് കാണുന്നുണ്ടച്ചാ. കാരണമൊന്നുമില്ലാതെ വെറുതെ ഓരോരോ തടസ്സങ്ങൾ. മെഷീനറികൾക്ക് കേട്, ഒന്ന് ശരിയാക്കുമ്പോൾ മറ്റൊന്ന് നിൽക്കുന്നു. മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അച്ഛാ. നമ്മൾ ആദ്യമായി ഉണ്ടാക്കിയ അച്ചാറുകളുടെ ബാച്ച് അപ്പാടെ ഉപയോഗശൂന്യമായി. എവിടെയോ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ശത്രുക്കളുണ്ടാവാം, പക്ഷെ ഇത്രയ്ക്ക് അതുണ്ടാവുമോ? അല്ലെങ്കിൽ 1-2 പേർ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഇമേജുമല്ലല്ലോ നമ്മുടേത്. ഇതാ ഇന്നാൾ വന്നതുപോലെ ഒരു മെസ്സേജ് ഇന്നും വന്നിരിക്കുന്നു. ഇതുകൊണ്ട് ഭയന്നിരിക്കാതെ എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചാലോ അച്ഛാ? അങ്ങനെ നയത്തിൽ സംസാരിച്ചുകൊണ്ട് ആനന്ദവർമ്മ ആ കടലാസ് അച്ഛന് നേരെ നീട്ടി. മകന്റെ നേരെ സംശയത്തോടെ ഒന്ന് നോക്കിയിട്ട് ജഗന്നാഥവർമ്മ ആ കടലാസ് വാങ്ങി. അദ്ദേഹത്തിന് പക്ഷേ ഉൾക്കിടലം തന്നെയാണ് ഉണ്ടായത്. അറിയാതെ തുറന്നു കിടന്ന ജാലകത്തിലൂടെ വടക്കേ തൊടിയിലേക്ക് ആ വൃദ്ധ നയനങ്ങൾ നീണ്ടു ചെന്നു. അദ്ദേഹം എന്തോ ആലോചിച്ചുകൊണ്ട് ഒരു ഞൊടിയുടെ കണ്ണുകൾ അടച്ചിരുന്നു. പിന്നെ മെല്ലെ ഒന്ന് തലകുലുക്കി. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. അച്ഛനും മകനും 10-20 മിനിറ്റ് സംസാരിച്ചിരുന്നു. മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ആനന്ദവർമ്മയുടെ മനസ്സിൽ പുതിയ ഭീഷണിക്കുത്തിലെ വാതകങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. പുതിയൊരാശയം നൽകിയ ഉന്മേഷം വേണ്ടുവോളം ഉണ്ടായിരുന്നു. ഭഗവത് സേവ, ഗണപതി ഹോമം, കളമെഴുത്തും പാട്ടും, ഒരു വേലൻ പ്രവൃത്തിയും, കൂടെ വിപുലമായ പ്രശ്നം വെച്ച് നോക്കുക. ശത്രുസംഹാര ഹോമവും ഒപ്പം നടക്കും. ആ നിമിഷം മുതൽ ചുളമാനൂർ കോവിലകം ഒരുക്കങ്ങൾ ആരംഭിച്ചു. മന്ത്രതന്ത്രങ്ങളിൽ അതിപ്രഗത്ഭനായ ഇളയെടുത്ത് ബട്ടേരിയെ വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും. ബട്ടേരിയുടെ കണ്ടെത്തലുകൾക്കപ്പുറം മറ്റൊരു വിധിയെഴുത്തില്ല. മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളിൽ അവസാനത്തെ പേരാണ് ഇളയെടുത്ത് ബട്ടേരിയുടേത്. പുറത്തേക്കെങ്ങും പോയി കർമ്മങ്ങൾ ചെയ്യുന്ന പതിവ് ഇളയിടത്തിനില്ല. പക്ഷേ ചുളമാനൂർ കോവിലകത്ത് ബട്ടേരി വരും. രാജഭരണം ഉണ്ടായിരുന്ന കാലത്ത് വലിയ തമ്പുരാൻ നൽകിയ പട്ടിന്റെ തിളക്കം ഇനിയും മങ്ങിയിട്ടില്ല. വളയുടെ മഹത്വത്തിന് മതിപ്പ് വിലയില്ല. അദ്ദേഹം ഇരിക്കുന്നിടത്തേക്ക് ആളുകൾ ചെല്ലുകയാണ് പതിവ്. പോകുന്നവരാരും കാര്യലാഭം നേടാതെ മടങ്ങിയിട്ടില്ലെന്നത് നേര്. ആനന്ദവർമ്മ ഒരു കത്ത് കൊടുത്തതേയുള്ളൂ. ബട്ടേരിക്കെന്നാണ് സൗകര്യമെന്ന് മാത്രം ആരാഞ്ഞു. മറുപടിയോടൊപ്പം ദൂതൻ കൊണ്ടുവന്നത് ഒരുക്കുകളുടെ ചാർത്തും കൂടിയാണ്. 3-ാം ദിവസം സൂര്യോദയത്തിന് മുൻപ് കർമ്മങ്ങൾ ആരംഭിക്കാൻ കോവിലകത്തെത്തുമെന്ന്. ഇന്ന് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ഭട്ടതിരി എത്തുന്നു. ചുളമാനൂർ കോവിലകത്ത് അതൊരു ചെറിയ കാര്യമാണ്. 10 ദിവസത്തെ ഉത്സവം നടക്കാനുള്ള ഒരുക്കങ്ങൾ വേണമെങ്കിൽ ഒരു നാഴികയ്ക്കുള്ളിൽ എല്ലാം അവിടെ അടുത്തിരിക്കും. അതിനുള്ള പ്രാഗൽഭ്യം ആനന്ദവർമ്മയ്ക്ക് തന്നെയുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും
ഒന്നു ചേർന്നാലോ? പ്രഭാകരവർമ്മയുടെ ദുരന്തമറിഞ്ഞെത്തിയ ജ്യേഷ്ഠാനുജന്മാർ മടങ്ങിപ്പോയില്ല. ചടങ്ങുകളൊന്നുമില്ലെങ്കിലും കർമ്മങ്ങൾ പൂർത്തിയാക്കണം. അച്ഛനും ജ്യേഷ്ഠനുമൊക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അടിയന്തരം കർമ്മങ്ങൾ മാത്രമായി ഒതുക്കി. എല്ലാവരും കോവിലകത്തുള്ളപ്പോൾ തന്നെ ഹോമവും നടത്താനായിരുന്നു ആനന്ദവർമ്മയ്ക്കും താൽപ്പര്യം. വെള്ളിയാഴ്ച സൂര്യോദയത്തിന് മുൻപ് കളമെഴുത്തും പാട്ടും വേലൻ പ്രവൃത്തിയുമൊക്കെ നടന്നു. ബട്ടേരി എത്തുമ്പോൾ ഗണപതി ഹോമവും പൂർത്തിയാകാറായിരുന്നു. ഒന്നിനും ഒരു പിഴവും ഉണ്ടായില്ല. അതാതു രംഗത്തെ പ്രഗത്ഭരെ തന്നെയാണ് ബട്ടേരി കോവിലകത്തേക്ക് പറഞ്ഞയച്ചത്. ഇനി പ്രശ്നം വയ്പുണ്ട്. ശത്രു സംഹാര ഹോമമുണ്ട്. ശത്രുക്കൾ ഉണ്ടായിട്ടോ അങ്ങനെയൊന്നുണ്ടെന്ന് കരുതിയിട്ടോ അല്ല ഹോമം നടത്തുന്നത്. മേലിൽ ഉണ്ടാകാൻ ഇടയുണ്ടെങ്കിൽ അത് തടയാനും കൂടിയാണ്. ഹോമം കൂടി കഴിഞ്ഞിട്ടാവാം പ്രശ്നം വയ്പ്പെന്ന് ബട്ടേരിയുടെ നിർദ്ദേശം ജഗന്നാഥവർമ്മയ്ക്കും സമ്മതമായിരുന്നു. ചെയ്തു കഴിഞ്ഞ കർമ്മങ്ങളിൽ പിഴവുണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ അതുകൊണ്ട് കഴിയും. ഉദിച്ചുയർന്ന് മധ്യാഹ്നമാകും മുമ്പേ ഹോമം അവസാനിക്കണം. പ്രശ്നവും അങ്ങനെ തന്നെ. ആദ്യത്തിന് ഉച്ചയിൽ കത്തി നിൽക്കുന്ന മധ്യാഹ്നം സകല കർമ്മങ്ങൾക്കും വർജ്യം. കോവിലകത്തിന്റെ നടുമുറ്റത്തായിരുന്നു ഹോമകുണ്ഡം ഒരുക്കിയിരുന്നത്. ബട്ടേരിയുടെ സഹായികൾ ഹോമദ്രവ്യങ്ങളെല്ലാം അടുപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം കുളിയും കോവിലകം ക്ഷേത്രത്തിലെ ദർശനവും കഴിഞ്ഞെത്തി. ഈ കോവിലകത്തെ ദുർഗാഭഗവതിയാണ് തമ്പുരാനെ അടിയനെ കൊണ്ട് പട്ടവും വളയും വാങ്ങിപ്പിച്ചത്. അവിടത്തെ അനുവാദമില്ലാതെ അടിയൻ ഈ മുറ്റത്ത് പത്മാസനമിടാൻ പാടില്ല. ഹോമകുണ്ഡത്തിന് മുന്നിലിട്ട ആവണിപ്പലകയിൽ ഉപവിഷ്ടനാകും മുമ്പേ ക്ഷേത്രദിക്ക് നോക്കി ബട്ടേരി ഒരിക്കൽ കൂടി കൈപ്പൂപ്പി. കർമ്മഫലത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഞാനിത് ചെയ്യുന്നുവെന്നേയുള്ളൂ. അനുഗ്രഹിക്കേണ്ടതും അവിടുന്നാണ്. എല്ലാം ഈശ്വരാനുഗ്രഹമാണല്ലോ. എല്ലാവരുടെയും പ്രാർത്ഥന ഒന്നാകുമ്പോൾ അത് ചെയ്യുന്ന എനിക്കും അത് അനുഗ്രഹമായി വരും. അങ്ങനെയാണ് ഫലസിദ്ധി ലഭിക്കുക. ബട്ടേരി ഒന്ന് മന്ദസിച്ചു. അദ്ദേഹത്തിന്റെ കാതിലെ ചുവപ്പ് കല്ലു കടുക്കൻ ഇളവേലിൽ തിളങ്ങി. കുടുമ ഒരു വശത്തേക്ക് മാടിയൊതുക്കിയിട്ട് അദ്ദേഹം മിഴികളടച്ചു. ഇനി ആ നാവിൻ തുമ്പിൽ നിന്ന് ധ്യാനമന്ത്രങ്ങളുടെ ഗംഗാപ്രവാഹം ആരംഭിക്കും. ഉപാസനാമൂർത്തി മന്ത്രവും പ്രീണന മന്ത്രവും ചൊല്ലി ശത്രു സംഹാരത്തിന്റെ ഛദ്ദസ് ഉരുവിടാൻ ആരംഭിക്കുകയായിരുന്നു ബട്ടേരി. പൊടുന്നനെ അദ്ദേഹം ഒന്ന് ഞെട്ടിയതായി തോന്നി. അതോടെ കണ്ണുകൾ തുറക്കുകയും ചെയ്തു. ആ കണ്ണുകളിൽ സംശയഭാവം നിഴലിച്ചിരുന്നു. അപ്പോൾ ഹോമകുണ്ഡത്തിനു ചുറ്റും നിന്നിരുന്ന കോവിലകത്തെ അംഗങ്ങളുടെ നേരെ ഒരു വട്ടം നോക്കിയ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചെന്നു നിന്നത് വടക്കേ വളപ്പിലെ കടുക്കാച്ചിമാവിന്റെ നെറുകിലാണ്. കോവിലകം ഗ്രൂപ്പിലെ ചില ജീവനക്കാർ ആ മാവിൻ തണലിലും നിന്നിരുന്നു. ആനന്ദവർമ്മ, ആ നിൽക്കുന്നവരോട് വെക്കം അവിടുന്ന് മാറാൻ പറയൂ. പറഞ്ഞോളൂ വേഗം. വിഹ്വലതയോടെ ബട്ടേരി പറഞ്ഞു തീരും മുമ്പേ മരശിഖരം അടരുന്ന ശബ്ദം കേട്ടു. കടുക്കാച്ചിമാവിന്റെ കിഴക്കോട്ടുള്ള ശാഖ തായടിയിൽ നിന്ന് പൊട്ടിയടർന്ന് വേർപെടുകയാണ്. കോവിലകത്തെ അംഗങ്ങളുടെ തൊണ്ടയിൽ ഒരു നിലവിളി കുടുങ്ങി.